ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരഗ്രാഫ് ഗ്രൂപ്പിലെ തന്നെ രണ്ട് ടോപ്പിക്കാണ്, ഷെയ്ഡിങ് ആൻഡ് ബോർഡേഴ്സ്. ഓക്കെ, സോ ഷെയ്ഡിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഈ ഒരു ലൈനിന് ഒരു കളർ കൊടുക്കണമെങ്കിൽ, ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഷെയ്ഡിങ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഗ്രീൻ കളറോ ബ്ലൂ കളറോ ഏത് കളർ വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഷെയ്ഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതിൻ്റെ കളർ മാറ്റാൻ വേണ്ടി ഇവിടെ നമുക്ക് നോ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് മാത്രമേ അത് കൊടുക്കാവുള്ളൂ. നോ കളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളർ റിമൂവ് ചെയ്യാനും ഇവിടെ പോസിബിളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷനാണ് ബോർഡേഴ്സ്. ഓക്കെ, നമുക്ക് മെയിനായിട്ടും എന്താണ്, ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫിന് ഒരു ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബോർഡർ കൊടുക്കാം. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട് സൈഡ് ബോർഡറാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ള ബോർഡറുകൾ നമുക്ക് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബോർഡർ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. നോ ബോർഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നോ ബോർഡർ എടുത്താൽ മതി, ക്യാൻസൽ ആവും. അല്ലെങ്കിൽ ഈ പാരഗ്രാഫിന് താഴെ ഒരു ലൈൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം, ബോട്ടം ബോർഡർ മാത്രം കൊടുക്കുക. ബോട്ടം ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഒരു ലൈൻ വരും. then അതുപോലെ തന്നെ അതിനെ റിമൂവ് ചെയ്യാൻ നോ ബോർഡർ ഉപയോഗിക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഷെയ്ഡിംഗ് ആണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ഒരു സിംഗിൾ ലൈന് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എൻ്റയർ പാരഗ്രാഫിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഷെയ്ഡിങ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബോർഡർ, മെയിനായിട്ടും ഔട്ട് സൈഡ് ബോർഡറാണ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത്. അതുപോലെ തന്നെ നോ ബോർഡർ ഉപയോഗിച്ചുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാനും അത് പോസിബിളാണ്. ഓക്കെ, സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.